ഹലോ ഗായ്സ്, ഞാൻ ഈ ഒട്ടകത്തിന്റെ ഒപ്പം ഇങ്ങനെ സെൽഫി എടുക്കുമ്പോൾ അതിന്റെ ഓണർ വന്നാണ്ടാണ് അതിനെ പിടിച്ചുണ്ടായോ അങ്ങനെയാണ് സെൽഫി എടുക്കണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊക്കെ തമ്പാക്കുന്ന ഐഡിയ ഫുൾ ടൈം ഈ ഒട്ടകം ഇങ്ങനെ എന്തോ ചമച്ചും കൊണ്ടാണ് നടക്കണേ. പിന്നെ എനിക്ക് അതിന്റെ തൊള്ളയൊക്കെ ഒന്ന് കൈയിട്ട് നോക്കിയാലേ വിചാരിച്ചു. ഈ കൈയൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ്, എന്തിനാ കൈയിട്ട് വെച്ച് എന്താ പറയാ. ഈ ചെങ്ങായി ഒക്കെയാണെങ്കിൽ ഒട്ടകത്തുമേലെ പേടിച്ചുകൊണ്ട് വീത്തിരിമേലൊക്കെ ഇരിക്കുന്ന ആയിരിക്കും. ഓന്റെ ഷൂ കണ്ട് ഊരിയാണ്ട് കാലിന്റെ അടി ഇങ്ങനെ കിക്കിളിയാക്കി കൊടുക്കാൻ പോതിയാ എന്നാൽ അയിമന്ന് ഇങ്ങോട്ട് വീണ ആ പേടിയാണ് മാറിക്കോളും. ഞാനിങ്ങനെ ദമ്മിൽ വ്ളോഗ് എടുത്ത് വരുന്നത്. ഹലോ ഗായ്സ്, പുഷ്കറിൽ ഒട്ടകാണുള്ളത്, ഇവിടെ പശുവല്ല, ഇവിടെ കുതിരല്ല, ആനല്ല എന്ന് പറഞ്ഞാണ്ട്. അപ്പൊ അത് ഏതോ ഒരു തലച്ചോറ് നായിന്ന സാധനം വന്നാണ്ട് ഇന്നാണ്ട് പിടിച്ച് പൊന്തിച്ച്, എന്നിട്ട് ഓൻ ഈ കുട്ടിയേക്ക് ഉമ്മമാരൊക്കെ മുലെടുക്കണ മാതിരിയാണ് കെടുത്തിയാണ്. അപ്പൊ ശരിക്കും ഞാനൊരു മുലെടുക്കുന്ന കുട്ടീന്റെ മാതിരി ആയിട്ടാ. കാരണം ചെറുപ്പത്തിൽ ഉമ്മമാര് മഞ്ഞൾ ഉണ്ടാച്ചിട്ട് നമുക്ക് തലയിൽ കൂടെ ഇട്ടൊരു സാധനമില്ല, അതേമാതിരത്തെ സാധനം അതാ ഞാൻ ഇട്ടണ്. ആ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഊരണല്ലേ. ഒട്ടകത്തുമ്പോ ശരിക്കും രണ്ടാളാട്ടെ കയറാൻ പറ്റുള്ളൂ. ഇതെന്താ മൂന്നാൾ കയറിയെന്ന് ഞാൻ ചോദിച്ചപ്പോ മറ്റോ പറഞ്ഞ എന്താ വെച്ചാൽ മുമ്പിലുള്ള രണ്ടെണ്ണം അര പ്ലസ് അര, ബാക്കിലുള്ള ഒന്നും, അപ്പൊ രണ്ടാളായിരുന്നു. അത് ശരിയല്ലേ. കുതിരക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഇല്ലടോ. ആരും നമ്മളെ കുതിരനെ മൈൻഡ് തന്നെ ചെയ്യില്ലടോ. കുതിരന്റെ ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വിൽക്കാത്ത കല്യാണത്തിന് പോയാലും അവിടെ പെരക്കാരെ പിടിച്ചാണ്ട് ചോടുന്നോ കുഴപ്പമില്ല അറിയില്ലേ, അതേ അവസ്ഥയിൽ ഇങ്ങനെ ഇളിഞ്ഞു തൂറി നിൽക്കുക കുതിര. ആണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ഒരേ ഒരു ബുദ്ധിയുള്ളൂ. എന്താ വെച്ചാല് അടിക്ക് നോക്കാനാണോ പറഞ്ഞത്. ഈ രണ്ട് കപ്പിൾസ് അത് ആദ്യത്തെ പ്രാവശ്യം ഒട്ടകം നീക്കുമ്പോൾ പോലും ഒട്ടകത്തിന്റെ മേലിന് അടിക്ക് വീണതാത്ത. രണ്ടാമത്തെ പ്രാവശ്യം അതാ ഓല് ഇത് കേറിയാണ്. ബദിരിങ്ങളെ ആ പെണ്ണ് അവിടെ പിടിച്ചിണ്. ആ പെണ്ണ് ഏതായാലും നല്ല പിടുത്തുള്ള സ്ഥലത്താണ് തോന്നുന്നുണ്ട് കേട്ടോ വികാതെക്കാൻ. ആ പിടുത്തം ഓടിയാ ഞാൻ മതിയെ, ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചോരക്കളി ആവട്ടാ.